ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ ബാലൻസ്ഡ് ഇക്വേഷൻ എന്താ എന്ന് വരെയാണ് നോക്കിയിട്ടുണ്ടായത് അല്ലേ? ഇന്നിപ്പോ നമ്മൾ ഹൗ ടു ബാലൻസ് എൻ ഇക്വേഷൻ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ അതിനെ എങ്ങനെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ബാലൻസ് ചെയ്യാൻ അല്ലെ. അതായത് റിയാക്ടൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലുള്ള ഓരോ എലമെന്റ്സിന്റെ എണ്ണം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം ബോത്ത് സൈഡ്സിലും. റിയാക്ടൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എപ്പോഴും ഉള്ള എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഈക്വൽ ആക്കാൻ വേണ്ടി എത്ര എണ്ണമാണോ ആവശ്യം വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് നമ്പർ ഇട്ട് കൊടുത്ത് നമ്മൾ ബാലൻസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാലൻസ് ചെയ്യാന്ന് പറയുന്നത്. അതിനിപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. This is a reaction between methane and oxygen producing carbon dioxide and water. എങ്ങനെയാ, മീത്തൈനും ഓക്സിജനും റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടർ ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ CH4+O2 gives CO2+H2 അല്ലെ. ഇതില് റിയാക്ടൻ സൈഡിലുള്ള കാർബണിന്റെ എണ്ണം എത്രയാ? 1 അല്ലെ. ഹൈഡ്രജന്റെ എണ്ണോ 4 എണ്ണം, ഓക്സിജൻ 2. ഇനി പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കാർബണിന്റെ എണ്ണം എത്രയാ? 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രണ്ട് സൈഡിലും ഉള്ള കാർബൺസിന്റെയും ഹൈഡ്രജൻസിന്റെയും ഓക്സിജൻസിന്റെയും എണ്ണം ഈക്വൽ ആണോ? റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഉള്ള കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇതെന്താ, ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കി മാറ്റണം. In the reaction, a compound reacts with oxygen and produces carbon dioxide and water. It is often convenient to start balancing with the compound that contain maximum number of atoms. It may be a reactant or product. അപ്പോൾ നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നാ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണോ മാക്സിമം നമ്പർ ഉള്ളത് അവിടെ നിന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ വരിക? The hydrogen atoms are now balanced due to the coefficient 2 in the front of hydrogen. നമ്മളിപ്പോ എന്ത് ചെയ്തു? ഹൈഡ്രജൻ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിൽ 2 ഹൈഡ്രജൻസേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊഡക്റ്റ് സൈഡിൽ. നമ്മളപ്പോ അതിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു 2 എന്നുള്ള 2 കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. 2 ആഡ് ചെയ്ത് കൊടുത്തപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻസ് എത്രയായി? 4 ആയി അല്ലെ. അവിടെ ഓൾറെഡി 2 ഹൈഡ്രജൻസ് ഉണ്ടായിരുന്നു, അതിന്റെ മുന്നേ നമ്മളൊരു 2 കൂടെ ഇട്ട് കൊടുത്തപ്പോ 4 ഹൈഡ്രജൻസ് ആയി. അപ്പൊ ഈ 2H2O എന്ന് പറയുമ്പോ എന്താ അർത്ഥം? ആ 2 ആർക്കൊക്കെ കോമൺ ആണ്? ഹൈഡ്രജനും കോമൺ ആണ്, ഓക്സിജനും കോമൺ ആണ്. അപ്പൊ എന്താ, ഹൈഡ്രജനും ഓൾറെഡി 2 ഹൈഡ്രജൻസ് ഉള്ളിലൂടെ 2 കൂടെ ആഡ് ചെയ്തപ്പോ 4 ഹൈഡ്രജൻസ് ആയി. ഓക്സിജൻ ഒന്നുമില്ല, 0 ഓക്സിജൻസ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അല്ലെ. അത് കൂടെ ഈ 2 ഓക്സിജൻസും കൂടെ വന്നപ്പോ എത്രയായി? 4 ആയി അല്ലെ. എങ്ങനെയാ 4 ആയത്? ഇവിടുത്തെ 2 എണ്ണം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 2 എണ്ണം, അങ്ങനെയാണ് 4 ആയത്. അപ്പൊ ഇപ്പൊ എന്തായി? ബോത്ത് സൈഡില്, റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഉള്ള കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം ഈക്വൽ ആയി ഇല്ലേ? നമ്മൾക്കിപ്പോ ഇവിടെ ആകെ ആരുടെ എണ്ണം മാത്രമേ ഈക്വൽ ആക്കാൻ ഉണ്ടായിരുന്നുള്ളൂ? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും. നമ്മൾ ജസ്റ്റ് ഒരു 2 എന്നുള്ള കോഎഫിഷ്യന്റ് ആഡ് ചെയ്ത് കൊടുത്തപ്പോ തന്നെ ആ ഇക്വേഷൻ എന്തായി മാറി? ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് മാറി ഇല്ലേ? The hydrogen atoms are now balanced due to the coefficient 2 in the front of H2O. There are a total of 4 oxygen atoms on the product side. To balance the oxygen atom on both sides, we put a coefficient of 2 in front of oxygen. അപ്പൊ എന്തായി? നമ്മൾ ആ 2 ആഡ് ചെയ്ത് കൊടുത്തപ്പോ ഈ കെമിക്കൽ ഇക്വേഷൻ എന്തായി മാറി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് മാറി. ഇപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അടുത്തത് എന്താ? നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എന്താന്ന് പഠിച്ചു, അതില് എങ്ങനെയാണ് ഇക്വേഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസിന്റെ തന്നെ എത്ര ടൈപ്സ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ 5 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് ടൈപ്സ് എന്താ? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, റിഡോക്സ് റിയാക്ഷൻ. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ, അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്താ? കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താ കോമ്പിനേഷൻ റിയാക്ഷൻ?
കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പൈൻ ചെയ്യുക എന്നാണ് കോമ്പിനേഷന്റെ അർത്ഥം അല്ലെ. അതായത് ഇപ്പൊ രണ്ടുപേരാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവര് ഡയറക്റ്റ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതിന് പറയുന്നതാണ് എന്ത്, കോമ്പിനേഷൻ റിയാക്ഷൻ. ഇപ്പൊ എയും ബിയും ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എയും ബിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് നമുക്ക് പറയാം എന്താണ്, ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് എന്ന് പറയാം. പിന്നെ കോമ്പിനേഷൻ റിയാക്ഷൻ two elements or one element and one compound or two compounds combines to give one single product. രണ്ടാള് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന റിയാക്ഷൻസിന് പറയുന്ന പേരാണ് എന്ത്, കോമ്പിനേഷൻ റിയാക്ഷൻ എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ, CaO, എന്താ, കാൽഷ്യം ഓക്സൈഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു ഇല്ലേ. അപ്പൊ എങ്ങനെയാ കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എങ്ങനെയാ ഇവിടെ ഫോർമേഷൻ നടന്ന്, ജസ്റ്റ് ഇവർ രണ്ടുപേരും ഡയറക്റ്റ് കോമ്പിനേഷൻ നടന്നിട്ട് ഇവിടെ ഇപ്പൊ രണ്ടുപേരും റിയാക്ഷനിൽ പങ്കെടുത്തു, അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ഫോം ചെയ്തു. അതെന്താ, CaOH2 എന്ന് പറയുന്ന സിംഗിൾ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ ആണ് നടന്നത് അല്ലെ. കാൽഷ്യം ഓക്സൈഡ്സ് റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് സ്ലേക്കഡ് ലൈം. CaOH2 പറയുന്ന പേരാണ് എന്ത്, സ്ലേക്കഡ് ലൈം. റിലീസ് എ ലാർജ്, ഇതെങ്ങനെയാ, നന്നായി ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. നമ്മള് ഇതിപ്പോ ഒരു ടെസ്റ്റ് ട്യൂബിലോ ഒരു ബീക്കറിലോ ആണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ കാൽഷ്യം ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ആ ബീക്കർ തൊട്ട് നോക്കുമ്പോൾ എന്താ ഉണ്ടാവും, ആ ബീക്കർ നല്ലോണം ഹീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് റിയാക്ടൻസിന്റെ ഡയറക്റ്റ് കോമ്പിനേഷൻ നടന്നത് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താ, ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരാള് സ്പ്ലിറ്റ് ആയിട്ട് രണ്ടാളായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സ്മോളർ പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നതിനാണല്ലോ നമ്മൾ ഡീകമ്പോസ് ചെയ്യുക എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരാള് സ്പ്ലിറ്റ് ആയിട്ട് അവരിൽ ആരൊക്കെയാണോ ഉള്ളത് വെച്ചാൽ അതായി മാറുന്നതിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ AB എന്ന് പറയുന്ന ഒരാളാണ് റിയാക്ഷനിൽ പങ്കെടുക്കുക. AB എന്ന് പറയുന്ന ഒരൊറ്റ കോമ്പൗണ്ട് ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ AB എന്ന കോമ്പൗണ്ട് നമ്മള് റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്കും അവർ സ്പ്ലിറ്റ് ആയിട്ട് ആരൊക്കെ ആയിട്ട് മാറി, A എന്ന ബിയും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറി. A+B എന്നുള്ള രണ്ടാളായിട്ട് മാറി. AB എന്നുള്ള കോമ്പൗണ്ട് സ്പ്ലിറ്റ് ആയിട്ട് A+B എന്നുള്ള കോമ്പൗണ്ട്സ് ആയിട്ട് മാറി. എന്തായി, when a product breaks into its constituent reactants, the reaction is termed as decomposition reaction. അതായത് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആള് സ്പ്ലിറ്റ് ആയിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് ആയിട്ട് മാറുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ തന്നെ AB എന്നുള്ള കോമ്പൗണ്ട് സ്പ്ലിറ്റ് ആയിട്ട് Aയും Bയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ A+B എന്നുള്ള പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എങ്ങനെയാ നടക്കുക, എങ്ങനെ, സ്പ്ലിറ്റ് ആണെങ്കിൽ അവർക്ക് ഒരു എനർജി സോഴ്സ് വേണമല്ലോ, അല്ലാണ്ട് വെറുതെ നടക്കില്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും, if by the absorption of heat, അതായത് ഹീറ്റിന്റെ പ്രസൻസിൽ, ഹീറ്റ് ആണ് അവിടെ എനർജി സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സ്പ്ലിറ്റിംഗ് നടക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്, തെർമൽ ഡീകമ്പോസിഷൻ. അതേപോലെ ഇപ്പൊ നമ്മൾ നമ്മുടെ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് അവർ സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെന്താ, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. അല്ല, നമ്മൾ ഇനിയിപ്പോ പുറത്തുനിന്ന് ഒരു എനർജി ആയിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഏത് റിയാക്ഷനാണ്, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ആണ്. എങ്ങനെ, നമ്മളെ എനർജി സോഴ്സ്, ഏത് എനർജി ബേസിലാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത് അതിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഏതൊക്കെയാ, ഹീറ്റിന്റെ അബ്സോർപ്ഷൻ വഴിയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തെർമൽ ഡീകമ്പോസിഷൻ. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. അല്ല, ഇനി ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താ, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ, എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും. എക്സോ എന്ന് പറയുമ്പോൾ അതെന്താ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ
അതായത് നമ്മളിപ്പോ ആ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബീക്കറോ ആ ടെസ്റ്റ് ട്യൂബോ തൊട്ട് നോക്കുമ്പോൾ അത് ഹീറ്റ് ആയിട്ടിട്ട്, അതായത് ഹീറ്റ് റിലീസ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, എക്സോതെർമിക് റിയാക്ഷൻ എന്ന്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാർബണും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുന്നത് എന്താണ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ എക്സോ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എൻഡോതെർമിക് റിയാക്ഷൻ എന്തായിരിക്കും, ഹീറ്റിന്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന റിയാക്ഷൻ, അതായത് ആ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഹീറ്റിന്റെ പ്രസൻസ് ആവശ്യമാണ്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ പറയുന്നതാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്. മറ്റേത് എക്സോ റിലീസിംഗ് ഓഫ് ഹീറ്റ് ആണ് നടക്കുന്നുണ്ടെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ എങ്ങനെയാണ്, അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻഡോതെർമിക് റിയാക്ഷൻ. ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനെ എക്സോതെർമിക് എന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനെ നമ്മൾ എന്താ പറയാ, എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നാണ് പറയാ. ഇനി അടുത്ത എന്താ, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും, ഒരാളെ മാറ്റി അയാളുടെ പൊസിഷനിൽ വേറൊരാൾ വരുന്നതിനാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറയാം അല്ലെ. ഒരാൾ ഇരിക്കുന്ന അവിടുത്തെ സ്ഥലം മാറ്റിയിട്ട് നമ്മൾ വേറൊരാളെ ആ ഇരിക്കുന്ന പൊസിഷനിൽ വേറൊരാളെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാ അല്ലെ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് എ മോർ റിയാക്റ്റീവ് എലമെന്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലമെന്റ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ഇത് നമുക്ക് എങ്ങനെയാ, ഒരു റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിൽ ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ. അപ്പൊ ഏതാണോ ഇപ്പൊ എ പറയുന്ന ഒരാള് ബി സി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, ആ ബീനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് എ ആ ബിയുടെ സ്ഥാനത്ത് കയറിയിരുന്നു. അതാണ് ഇപ്പൊ ഇവിടെ നടന്നത് അല്ലെ. ആ ബീനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് എ വന്നു ബിയുടെ സ്ഥാനത്ത്. ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുക, ഒരാളെ അങ്ങോട്ട് മാറ്റിയിട്ട് അയാളുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നിരിക്കുക. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടേക്സ് പാർട്ട് ഇൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മെറ്റൽസും നോൺ മെറ്റൽസും ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് അയേൺ കോപ്പർ സൾഫേറ്റ്. അയേൺ CuSO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, അയേൺ എന്ന മെറ്റല് CuSO4 സൊല്യൂഷനുള്ള സിയുനെ റീപ്ലേസ് ചെയ്ത് ആ സിയുന്റെ സ്ഥാനത്ത് Fe പോയി ഇരിക്കുകയാണ്. ഇത് കണ്ടോ, എന്താ സംഭവിച്ചത്, Fe Cuന്റെ സ്ഥാനത്ത് പോയിരുന്നിട്ട് FeSO4ഉം Cu മെറ്റലും ഒറ്റയ്ക്കുമായി. അപ്പൊ എന്താ, ഒരാള് Fe എന്ത് ചെയ്തു, Fe ഡിസ്പ്ലേസ്ഡ് കോപ്പർ സൾഫേറ്റ് എന്നിട്ട് കോപ്പറിനെ ഒറ്റയ്ക്കാക്കി. Fe കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തതിനു ശേഷം Fe കോപ്പറിന്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് ഇവിടെ സംഭവിച്ചത് അല്ലെ. ഇനി അടുത്തത് എന്താ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഒരൊറ്റ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് കാര്യം, അതായത് ഒരു മെറ്റല് വേറൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന നമ്മൾ കണ്ടത്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, രണ്ടാള് ഡിസ്പ്ലേസ് ചെയ്യും, രണ്ട് മെറ്റൽസിന്റെ ഡിസ്പ്ലേസ്മെന്റ് നടക്കും. ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ടു റിയാക്ടന്റ് കമ്പൈൻസ് ടു ഫോം ടു ന്യൂ സബ്സ്റ്റൻസ് ബൈ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ദെയർ അയോൺസ് ഇസ് കാൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അതായത് രണ്ടാളത് റീപ്ലേസ് ചെയ്യും. ഇപ്പൊ ഇവിടെ AB + CD ഗീസ് എന്താ തന്നിരിക്കുന്നത്, AD + CB. എന്ത് സംഭവിച്ചു, ബിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ D വന്നു, എന്നിട്ട് D പോയ സ്ഥാനത്ത് ആര് വന്നു, B വന്നു. D ഇങ്ങോട്ടും വന്നു, B അങ്ങോട്ടും പോയി. അപ്പൊ അവിടെ എന്തായി, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. രണ്ടുപേരുടെ പൊസിഷനിൽ വ്യത്യാസം വന്നു അല്ലെ. രണ്ടുപേരെ ഡിസ്പ്ലേസ് ചെയ്ത അപ്പൊ അതെന്തായി, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഒരാളുടെ ഡിസ്പ്ലേസ്മെന്റ് അത് നമ്മുടെ സാധാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇഫ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് a base, it is called neutralization reaction. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് എന്താന്നൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനും പഠിക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, താഴെ ഡിസോൾവ് ആവാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റ് എന്നല്ലേ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഡിസോൾവ് ആവാണ്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങനെ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് ആകെ എങ്ങനെയാണ് ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യാനും പിന്നെ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം.
ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.